ഹായ് ഫ്രണ്ട്സ്, അമ്മയുടെ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മളിവിടെ 1/2 കിലോ ചിക്കൻ എടുത്ത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മസാലകളാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ മസാല, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പെരുംജീരകവുമാണ്. ഇനി വേണ്ടുന്നത് നമുക്ക് കുറച്ച് ഉപ്പാണ്. ഇനി ലാസ്റ്റായിട്ട് വേണ്ടുന്നത് കുറച്ച് വിനാഗിരിയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലകളൊക്കെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല പോലെ നമ്മളെല്ലാ മസാലയും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മളൊരു 3 മണിക്കൂറെങ്കിലും മിനിമം വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു 6 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ 6 മണിക്കൂറാണ് വെക്കുന്നത്, അതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലാണ് വെക്കുന്നത്. 3 മണിക്കൂറൊക്കെ വെക്കുന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ഇത് നല്ല പോലെ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതും ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്കകത്ത് നിറയെ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് മറിച്ചിടാനൊക്കെ ഒരു പാടായിരിക്കും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ മൂത്ത് ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമ്മൾ ഇത് ചിക്കൻ കോരിയെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ നല്ല പോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്